നമ്മൾ പറയണം. ഈ സദസ്സിൽ എത്ര പേരുണ്ട് ഭാര്യയോട് സമസ്തയെ പരിചയപ്പെടുത്തിയവർ? ഈ സദസ്സിൽ എത്ര പേരുണ്ട് മക്കളോട് സമസ്തയുടെ പണ്ഡിതന്മാരുടെ കഥ പറഞ്ഞവർ? എന്റെ നാട്ടുകാരനായ സയ്യിദ് എന്നു പേരുള്ള ചെറുപ്പക്കാരൻ 31-ാമത്തെ വയസ്സിൽ ആക്സിഡന്റിൽപ്പെട്ടു മരണപ്പെട്ടു. പക്ഷെ ആ സയ്യിദിന്റെ ഉമ്മ പിന്നീട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇനി ആ ഉമ്മ സങ്കടത്തോടെ പറയാൻ, ഇനി സമസ്തയുടെ പണ്ഡിതന്മാരുടെ കഥ എനിക്കാരാ പറഞ്ഞു തരിക? ഇനി കാളമ്പാടി ഉസ്താദിന്റെ കഥ എനിക്കാരാണ് പറഞ്ഞു തരിക എന്ന് പറഞ്ഞ ഉമ്മ കരയാണ്. സംഭവം എന്താണെന്നറിയോ? ഈ സയ്യിദ് ഉമ്മയോട്, ഉപ്പയോട്, പെങ്ങളോട്, കുടുംബത്തോട് സമസ്തയുടെ നേതാക്കളുടെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസമല്ല, പലപ്പോഴായി, പല സന്ദർഭങ്ങളിലായി കുടുംബത്തോടൊപ്പം ചേർന്നിരിക്കുന്ന സമയത്ത് ഭാര്യയോട്, കുടുംബത്തോട്, ഉപ്പയോട്, ഉമ്മയോട്, പെങ്ങന്മാരോട് സമസ്തയുടെ നേതാക്കളുടെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ആ ഉമ്മ ചോദിക്കുന്നത്, ഇനി എനിക്ക് കാളമ്പാടി ഉസ്താദിന്റെ കഥയാരാ പറഞ്ഞു തരിക? ഇനി എനിക്ക് സമസ്തയുടെ പണ്ഡിതന്മാരുടെ കഥയാരാ പറഞ്ഞു തരിക എന്ന്. നമ്മൾ നമ്മുടെ പ്രസ്ഥാന നായകന്മാരുടെ കഥകൾ നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം. നമ്മളിൽ എത്ര പേര് പറയുന്നുണ്ട്? അതാ ചോദ്യം. എത്ര പേര് സ്വന്തം കുടുംബത്തോട് സമസ്തയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്? പറഞ്ഞു കൊടുക്കണം. നമ്മൾ സമസ്തയുടെ നായകന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ബിദഅത്തിന്റെ വിഷം പടർന്നുകൊണ്ട്